Their plan was to overthrow the colonial government through military action and establish a federal republic of Indian states. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് സൈനികമായ അട്ടിമറിയിലൂടെ കോളനി ഗവൺമെൻറ്റിനെ പുറത്താക്കുക, അതുപോലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇൻ ലാഹോർ, ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് ഷോട്ട് ടു കിൽ സാൻഡേഴ്സ്, ദ പോലീസ് ഓഫീസർ who was responsible for the lathi charge that had led to the death of national leader ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് എന്ന പേരുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മരണത്തിന് കാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സ്. ഈ സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും കൂടി വെടിവെച്ചു. എന്തായാലും ഭഗത് സിംഗ് ആൻഡ് ബതുകേശ്വർ ദത്ത് ത്രൂ ബോംബ്സ് അറ്റ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ അറ്റംപ്റ്റ് ടു പാസ് ലോസ് കർട്ടൈലിംഗ് സിവിൽ റൈറ്റ്സ്. ദേ വെർ അറസ്റ്റഡ് ആൻഡ് സെൻഡ് ടു ജയിൽ. ഇത്തരത്തിലുള്ള പരിപാടികളാണ് ഇവർ കാണിച്ചത്. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലേക്ക്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഹാളിലേക്ക് ബോംബെറിയുക. എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികളെ തുടർന്ന് അവർ അറസ്റ്റിലാവുകയും പിന്നീട് ഈ ഭഗത് സിംഗ്, രാജ്ഗുരു ഇവരെയൊക്കെ തൂക്കിക്കൊല്ലുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. ഓൺ March 23, 1931 ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് വെയർ ഹാങ്ഡ് ടു ഡെത്ത് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷുകാരന്മാർ 1931 മാർച്ച് മാസം 23 ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിക്കൊന്നു. പിന്നെ ഉള്ള ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത് ഈ ബോക്സിനകത്തുള്ള കാര്യങ്ങളാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം VD സവർക്കറുടെ നേതൃത്വത്തിൽ നടത്തിയതാണ്. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബുഹാരി ദാസും കൂടി നടത്തിയതാണ്. പുലിൻ ബുഹാരി ദാസ്, ബരീന്ദർ കുമാർ ഘോഷ് ഇവർ സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഇവർ നേതൃത്വം നൽകിയ അനുശീലൻ സമിതി. പിന്നെ ഖദർ പാർട്ടിയുണ്ട് ലാലാ ഹർദയാലിൻ്റെ, അതേപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഇങ്ങനെയൊക്കെ നിരവധി സമാന്തരമായ സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. മൂവ്മെൻറ്റ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്, കർഷകരുടെയും തൊഴിലാളികളുടെയും സംഘടനകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കാക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും അവരുടേതായ രീതിയിൽ സംഘടനകൾ രൂപീകരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഉള്ള കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ളതാണ്. ദ ഏർലിയർ ലേബർ യൂണിയൻസ് ഇൻ ഇന്ത്യ വെയർ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. ഇന്ത്യയിലെ ആദ്യകാല ലേബർ യൂണിയനുകളാണ് രണ്ടെണ്ണം. ഒന്ന് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, രണ്ടാമത്തേത് മദ്രാസ് ലേബർ അസോസിയേഷൻ. പിന്നെ 1920 ആകുമ്പോൾ AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നു. MN ജോഷി, അതേപോലെ ലാലാ ലജ്പത് റായ് ഇവരുടെ നേതൃത്വത്തിലാണ് AITUC രൂപീകരിച്ചത്. ദ AITUC ഹാഡ് 3 മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ടു ഓർഗനൈസ് ആൻഡ് ആക്ട് ആസ് എ വർക്കിംഗ് ക്ലാസ്. തൊഴിലാളികളുടെ ഒരു സംഘടനയാണ്, അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ വിഭാഗം എന്ന നിലയിൽ ഓർഗനൈസ് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. 2, ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ടു കോപ്പറേറ്റ് വിത്ത് ദ വർക്കിംഗ് ക്ലാസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലാളികളുടെ, ജോലിക്കാരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള തൊഴിലാളികളുമായി കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. 2, ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. മൂന്നാമത്തെ പോയിന്റ്, ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വളരെ കാര്യക്ഷമമായ രീതിയിൽ പങ്കെടുക്കുക. മറ്റൊരു സംഘടന ദ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് ആണ്. ദ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ്, വിച്ച് വാസ് ലേറ്റർ കാൾഡ് ദ ഓൾ ഇന്ത്യൻ കിസാൻ സഭ, വാസ് ഫോംഡ് ഇൻ ലാഹോർ ബൈ ദ എഫേർട്സ് ഓഫ് ദ ലീഡേഴ്സ് ലൈക്ക് NG രംഗയെ പോലെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് ആൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ്. കിസാൻ എന്ന വാക്ക് തന്നെയുണ്ട്, കർഷകരുടേതായ ഒരു സംഘടനയാണ്. പിന്നീട് ഇതിൻ്റെ പേര് മാറി കിസാൻ സഭ എന്നായി. എന്തായാലും ഇതും
ഇത്തരത്തിലുള്ള ഒരു സംഘടനയാണ്. പിന്നെ കിസാൻ സമിതി കോൺഫറൻസ് എന്ന് പറയുന്നൊരു ചെറിയ സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. റെഡ്യൂസ് 50% ഓഫ് ലാൻഡ് ടാക്സ് ആൻഡ് ലീസ് ചാർജ്. ലീസിലും ലാൻഡ് ടാക്സിലും ഒക്കെ ഒരു 50% റിഡക്ഷൻ കൊണ്ടുവരിക. റൈറ്റ് ഓഫ് ഡെപ്റ്റ്സ്, കടങ്ങൾ എഴുതിത്തള്ളുക. ക്യാൻസൽ ഫ്യൂഡൽ ടാക്സസ്, ഭൂപ്രഭുക്കന്മാരുടേതായ നികുതികളൊക്കെ എടുത്ത് കളയുക. എൻഷുർ മിനിമം വേജ് ഫോർ അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, കർഷകർക്കൊക്കെ മിനിമം വേജസ് ഉറപ്പാക്കുക. റെക്കഗ്നൈസ് പെസന്റ് യൂണിയൻസ്, പെസൻസിൻ്റെ കർഷകരുടെ യൂണിയനുകളെ അംഗീകരിക്കുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. എന്തായാലും ഇത്തരത്തിലുള്ള തൊഴിൽ സംഘടനകളുടെയും കർഷക പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചില അജിറ്റേഷൻസ് നടന്നിട്ടുണ്ട്. ആ അജിറ്റേഷൻസിനെ കുറിച്ചാണിത്. ആ അജിറ്റേഷൻസിൽ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് തേഭാഗ സമരം, തേഭാഗ സ്ട്രഗിൾ, അത് ബംഗാളിലാണ് നടന്നത്. മറ്റൊന്ന് തെലങ്കാന സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ആന്ധ്രാപ്രദേശ്. മൂന്നാമത്തേത് നേവൽ മ്യൂട്ടിനി, അത് ബോംബെയിൽ ഉണ്ടായതാണ്. ഇത് 3 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിട്ടാൽ മതി. അവസാനത്തെ ഭാഗം ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളത്. 2ാം ലോക യുദ്ധ സമയത്ത് ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. 2ാം ലോക യുദ്ധം കഴിയുന്ന ഒരു സമയത്ത് ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നുണ്ട്. അത് ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ, ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ഈ ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്തു. മീൻവൈൽ ദ ഓൾ ഇന്ത്യ ലീഗ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അലി ജിന്ന റൈസ്ഡ് ക്ലെയിംസ് ഫോർ എ സെപ്പറേറ്റ് കൺട്രി കാൾഡ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനായി ബ്രിട്ടീഷുകാരന്മാർ ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. പാർട്ടിയുടെ നേതാവിൻ്റെ പേര് മുഹമ്മദ് അലി ജിന്ന എന്നാണ്. ഈ മുഹമ്മദ് അലി ജിന്ന ഒരു പുതിയ ഡിമാൻഡ് വയ്ക്കുന്നത്. അദ്ദേഹം ഒരു സെപ്പറേറ്റ് കൺട്രി വേണമെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് കൺട്രി വേണം. പാകിസ്ഥാൻ വിച്ച് മീൻസ് അതൊരു ജാതിയുടെ പേരിലുള്ള സ്റ്റേറ്റാണ് അവർ ആവശ്യപ്പെട്ടത്. ഇസ്ലാമുകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗക്കാർക്ക് മാത്രമായി ഒരു സ്റ്റേറ്റ് വേണം. ഒരു സ്റ്റേറ്റ് മീൻസ് നേഷൻ, ഒരു രാജ്യം വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആ രാജ്യത്തിന് പാകിസ്ഥാൻ എന്ന് പേര് നൽകി. അങ്ങനെ മുഹമ്മദ് അലി ജിന്ന റൈസ്ഡ് ക്ലെയിംസ് ഫോർ എ സെപ്പറേറ്റ് കൺട്രി കാൾഡ് പാകിസ്ഥാൻ. ഫോളോവിംഗ് ദിസ്, ലോർഡ് മൗണ്ട് ബാറ്റൻ വാസ് അപ്പോയിന്റഡ് ആസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ടു ഡെലിവർ ഫ്രീഡം ടു ഇന്ത്യ അഡ്രസ്സിംഗ് ദ ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടീഷൻ. അപ്പോൾ പല മാർഗങ്ങളും നോക്കി ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഡിവൈഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരന്മാർ പല മാർഗങ്ങളും പരിശോധിച്ചു. ഒന്നും നടന്നില്ല. കോൺഗ്രസ്സുകാർ ഇന്ത്യയെ വിഭജിക്കാൻ പാടില്ല എന്നും മുസ്ലിം ലീഗ് ഇന്ത്യയെ വിഭജിച്ച് തങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് നേഷൻ വേണമെന്നും ആവശ്യപ്പെട്ടു. ഒടുവിൽ മൗണ്ട് ബാറ്റൻ എന്ന പേരുള്ള ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ അവർ ഇന്ത്യയിലേക്ക് വൈസ്രോയി അയക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് മുന്നിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചു. അതിനെ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ മൗണ്ട് ബാറ്റൻ പ്ലാനിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാർട്ടീഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാനിലെ പ്രപ്പോസൽസ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. The proposals of Mountbatten Plan were, first one, to form a separate country in Muslim majority area as per the Muslim wish. മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം പോലെ മുസ്ലിം മെജോറിറ്റി ഏരിയയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കും. ഒന്ന്, ദാറ്റ് മീൻസ് പാകിസ്ഥാൻ. രണ്ടാമത്തേത്, ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ. അങ്ങനെ മുസ്ലിം മെജോറിറ്റി ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന മുസ്ലിം മെജോറിറ്റി ഏരിയ എന്ന് പറയുന്നത് ബംഗാളും പഞ്ചാബുമായിരിക്കും. മൂന്ന്, to conduct a referendum to determine whether to add north-west frontier provinces to Pakistan or not. നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസുകൾക്ക് പാകിസ്ഥാനിൽ ചേരണമോ ഇന്ത്യൻ യൂണിയനിൽ ചേരണമോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു റഫറൻഡം നടത്തും. അവരുടെ ഒരു അഭിപ്രായം സ്വീകരിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി, ടു അപ്പോയിന്റ് എ കമ്മീഷൻ ടു ഡിറ്റർമൈൻ ദ ബോർഡർ ഇൻ പഞ്ചാബ് ആൻഡ് ബംഗാൾ. പാർട്ടീഷൻ നടത്തുന്ന ബംഗാളിലും പഞ്ചാബിലും ബോർഡർ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിർത്തികൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ബ്രിട്ടീഷുകാരന്മാർ തന്നെ വയ്ക്കും എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മൗണ്ട് ബാറ്റൻ പ്ലാനിൽ പറഞ്ഞിരുന്ന പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത്. പാർട്ടീഷൻ എന്ന് പറയുന്ന സംഭവത്തെ ശക്തമായിട്ട് എതിർത്ത ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, ശക്തമായിട്ട് എതിർത്ത നിരവധി പേരുണ്ട്, പക്ഷേ നമുക്കവിടെ ഒരു പോയിന്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ളതാണ്. വൈൽ ദ കോൺഗ്രസ് ആൻഡ് ദ ഓൾ ഇന്ത്യ ലീഗ് അപ്രൂവ്ഡ് ദിസ് പ്ലാൻ, ദ നാഷണലിസ്റ്റ് ലൈക്ക് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ വെഹിമെൻ്റ്ലി ഒപ്പോസിറ്റ് ഇറ്റ്. ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം ഒരു നോർത്ത്
വെസ്റ്റേൺ ഫ്രോണ്ടിയറിലെ നേതാവാണ്, വലിയ ഗാന്ധിയനായിരുന്നു. അദ്ദേഹം ഈ പാർട്ടീഷൻ ഐഡിയയെ ശക്തമായിട്ട് എതിർത്ത ആളാണ്. അദ്ദേഹത്തെ ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്, ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. എന്തായാലും 1947 ആകുമ്പോഴേക്കും ഇങ്ങനെ പാർട്ടീഷനെ തുടർന്ന് നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യവും ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രവും ഉണ്ടാകുന്നു. 1947 ഓഗസ്റ്റ് 14 നമുക്ക് പുതിയ രാജ്യങ്ങൾ പിറവിയെടുക്കുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാകുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓൺ 15 ഓഗസ്റ്റ് 1947 ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. 1947 ഓഗസ്റ്റ് മാസം 15 അങ്ങനെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. നമ്മൾ ആദ്യം പഠിച്ചത് റീജിയണൽ സ്ട്രഗിൾസിനെ കുറിച്ചാണ്. റീജിയണൽ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഇൻഡിഗോ ഫാർമേഴ്സിൻ്റെ ചമ്പാരൻ സമരം, അഹമ്മദാബാദ്, ഖേഡ, അത് മൂന്നും ഓർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഗാന്ധിജി നമ്മുടെ നാഷണൽ സ്ട്രഗിൾസിലേക്ക് വന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെയും അദ്ദേഹം 3 മാസ് സ്ട്രഗിൾസാണ് കണ്ടക്ട് ചെയ്തത്. നൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത്. അതിൽ നൺ കോപ്പറേഷനാണ് ഗാന്ധിജിയുടേത്. ഖിലാഫത്ത് അലി സഹോദരന്മാരാണ്, അതുമായിട്ട് മെർജ് ചെയ്താണ് നടത്തിയത്. അപ്പോൾ നൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. നൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. 2 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സാൾട്ട് സത്യാഗ്രഹയും കാര്യങ്ങളൊക്കെ. മൂന്നാമത്തേത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അതിൽ സിവിൽ ഡിസൊബീഡിയൻസിൽ സാൾട്ട് സത്യാഗ്രഹ, പിന്നെ അതേപോലെ ധരാസൻ സ്ട്രൈക്ക്, അത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ആൾട്ടർനേറ്റീവ് പാത്തുകൾ എന്ന് പറഞ്ഞ് പിന്നീട് അവസാന ഭാഗത്തിൽ പഠിച്ചതാണ്. അതിൽ സ്വരാജ് പാർട്ടി പറഞ്ഞു, സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് പറഞ്ഞു, റവല്യൂഷണറി മൂവ്മെൻറ്റുകൾ പറഞ്ഞു, ലേബർ യൂണിയൻസും പെസൻസ് മൂവ്മെൻറ്റ്സും പറഞ്ഞു. ഇതിത്രയുമാണ് ഈ അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത് പല തവണ ഈ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.